കാലിന് സ്വാധീനമില്ലെന്നുള്ള ചിന്ത എപ്പോഴും വേണം. പറഞ്ഞത് മനസ്സിലായോ? വന്നത് പിന്നെ മോളെ ഒരുപാട് സ്നേഹിച്ചില്ലേടി. മോളോട് പറയേണ്ടതെല്ലാം പറഞ്ഞില്ലേ? ഇനി അവളവിടെ നിന്നോട്ടെ. വാ, നമുക്ക് പോകാം. പോയിട്ട് വരട്ടെ മോളെ. എന്നാ ശരി. ഇറങ്ങട്ടെ. അവര് പറഞ്ഞു താൻ നോക്കണ്ട, താൻ ചെല്ല്. അമ്മ യാത്രയാക്കിട്ട് വന്നാ മതി. വേണ്ട കണ്ണേട്ടാ, ഞാൻ പറഞ്ഞ അനുസരിക്കടോ. ചെല്ല്. പോയിട്ട് വരട്ടെ. ശരി. പോട്ടോനെ, രാവിലെ നേരത്തെ തന്നെ ഇറങ്ങണം കേട്ടോ. ശരി. അമ്മേ, പറഞ്ഞത് കേട്ടില്ല. അവളിങ്ങി പോന്നു. കണ്ണേട്ടൻ പറഞ്ഞിട്ടാ പോകുന്നത്. അവൻ അങ്ങനെ പറയും. അത് അവന്റെ മര്യാദ. നീ നിന്റെ മര്യാദ കാണിക്കണം. അതെങ്ങനെയാ? അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ വേറെയാണല്ലോ. അപ്പൊ ആ അച്ഛന്റെ ഗുണം കാണിക്കാതിരിക്കൂ. കേറി കേറി ഇവിടെ വരെ. രാവിലെ ആണോ? അവൾക്കൊരു മോളുടെ വിലയൊന്നും മോളുടെ അച്ഛൻ കൊടുത്തിട്ടില്ല അല്ലേ? അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലായി മോളെ. ഇവിടെയും അങ്ങനെ തന്നെ മതി. എന്നെ നോക്കാൻ വേണ്ടി മാത്രം അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇനിയൊരു ജോലിക്കാരിയൊന്നും ഇവിടെ എടുക്കണ്ട അമ്മേ. അവൾ അടുക്കള പണിയും പുറം പണിയും ഒക്കെ ചെയ്തോളും. കണ്ണേട്ട ഇതൊക്കെ എങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ അമ്മേ. അതാ എനിക്കും പേടി. നമ്മുടെ സമ്പത്തിന്റെ മുക്കാലും കണ്ണേട്ടന്റെ പേരിലാണെന്ന് അറിയാതെയാ കരുണേടത്തെയും ഏട്ടത്തിയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇത്രയും അധികാരം കാണിക്കുന്നത്. കണ്ണന് കോടികളുടെ സമ്പത്തുണ്ട്. അതെല്ലാം ഇനി നിങ്ങൾക്കുള്ളതാ. എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചെടുക്കാൻ നോക്കണം.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.